മഴ തകർത്ത് പെയ്യുന്നത് കണ്ടിട്ട് തട്ടുദോശ കഴിക്കാനായിട്ടൊരു മോഹം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു ടോപ്പ് ആൻഡ് പൈജാമ സെറ്റ് ആണ് കേട്ടോ. സൈസ് മീഡിയം ആണ്. എന്ത് മേടിച്ചാലും എനിക്ക് ബാക്കിൽ അല്പം ഇറക്കം വേണം. ഒരു പോക്കറ്റും കൂടെ ഉണ്ടെങ്കിൽ ഫിക്സ്. അപ്പൊ തന്നെ ഞാൻ സാധനം മേടിക്കും. ഞാൻ 2 ഫോണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. S23 ഞാനൊരു ക്യാമറയായിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, അതിന് പോസ്റ്റ് ചെയ്യുക. സിം ഉള്ളത് ഒപ്പോടെ ഒരു ഫോണിലാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഫോൺ വെക്കാനായിട്ട് എനിക്കൊരു പോക്കറ്റ് നിർബന്ധമാണ്. എന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ താമസിച്ചു എന്നും പറഞ്ഞാണ് കേട്ടോ അപ്പനും മോനും കൂടെ പിണങ്ങി തിരിച്ചകത്ത് കയറിപ്പോയത്. അമ്മ ഇവിടെ ഉണ്ട്. അമ്മ തനി ആവർത്തന മൂവി കണ്ടോണ്ടിരിക്കുക. കുക്കു സാറിന് എന്താണെന്ന് അറിയത്തില്ല, പെട്ടെന്ന് മമ്മൂട്ടിയോടൊരു സ്നേഹം. ഞാൻ വരുന്നില്ല, എനിക്കുള്ളത് മേടിച്ചുകൊണ്ട് വന്നാൽ മതിയെന്ന്. ആ പുറത്ത് നിൽക്കുന്നത് നമ്മുടെ താരയാണ് കേട്ടോ. താര കുഞ്ഞായിരുന്നപ്പോൾ ഇവിടെ റോഡ് പണി നടക്കുന്ന സമയമായിരുന്നു. താറിലൊന്ന് വീണു. അങ്ങനെയാണ് അവർക്ക് ഇവരെല്ലാരും കൂടെ ആ പേരിട്ടത്. പണിഞ്ഞ റോഡിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. താരയ്ക്ക് ഇപ്പൊ ഹാർഡ്ലി ഒരു 3 വയസ്സായി കാണും. റോഡിന്റെ സ്ഥിതി നിങ്ങൾ തന്നെ കണ്ടല്ലോ. സൂക്ഷിച്ചോടിച്ചില്ലെങ്കിൽ കാറ് കപ്പലാവും. മുദ്ര ശ്രദ്ധിക്കണം കേട്ടോ, മുദ്ര. ഞങ്ങൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പണിപ്പാളിയല്ലോ പാട്ടിന്. അങ്ങനെ കടലിൽ വീഴാതെ സൂക്ഷിച്ചോടിച്ച് നമ്മൾ ഹോട്ടൽ പ്രശാന്തിയുടെ തൊട്ടടുത്തുള്ള ഈ ഒരു തട്ടുകടയിൽ വന്ന് ദോശയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ കഴിച്ചു. ബീഫ് വേണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ചേട്ടൻ ഒരു പ്ലേറ്റ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചു. ദിസ് ഇസ് ബിസിനസ്. ആ മണം അങ്ങോട്ട് അടിച്ചു കഴിയുമ്പോൾ നമുക്കത് കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഞാനും നിലുവും കൂടെ ഒരു 7 ദോശ സാമ്പാറും ചമ്മന്തിയും ബീഫും ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചു. അമ്മയ്ക്കും കുക്കു സാറിനും ഉള്ളത് മേടിച്ച് ഞങ്ങളിതേ തിരിച്ച് ഇരവിപുരത്തെത്തി. തിരിച്ചെത്തിയപ്പോഴും മഴ അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആലൻ തന്നെയാണ് ഗേറ്റ് തുറന്നത്. കുടയൊന്നും എടുക്കാൻ ഞാൻ നിന്നില്ല. നിലു ചെറുതായിട്ടൊന്ന് മയങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. താര അപ്പോഴും കാത്തിരിക്കുമായിരുന്നു കേട്ടോ. ഇപ്പൊ കയ്യിൽ ആ ബീഫിന്റെ മണമൊക്കെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവൾ ഇനി പോത്തില്ല. അപ്പോൾ പുതിയതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.